ജൂൺ 20 അമേരിക്കയിൽ നിന്നും പുറത്തുവന്ന എക്കണോമിക് ഡേറ്റയിൽ അൺഎംപ്ലോയ്മെന്റ് ഉയരുന്നു എന്ന് റിപ്പോർട്ട് വന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ബൈയിങ് മൊമെന്റം പ്രകടമായിരുന്നു. ഡോ ജോൺസ് 1% ഉയർന്നു. എന്നാൽ ടെക്നിക്കൽ ഇൻഡെക്സായ നാസ്ഡാക്ക് 0.79%, S&P 0.25% ഇടിഞ്ഞു. യൂറോപ്യൻ ബാങ്കുകളുടെ പോളിസി റേറ്റ് ഡിസിഷൻ അനൗൺസ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ ഇൻഡിസസുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റമില്ലാതെ തുടരാൻ തീരുമാനിച്ചപ്പോൾ സ്വിസ് ബാങ്ക് ഇൻട്രസ്റ്റ് 0.25% കട്ട് ചെയ്തു. നോർവേ ബാങ്കും ഇൻട്രസ്റ്റ് മാറ്റമില്ലാതെ തുടരാൻ തീരുമാനിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ ഇൻഡിസസുകൾ പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. ഡാക്സ് 1.02%, CSE 1.32%, FTSE 0.81% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം പ്രതീക്ഷിക്കാൻ. ജപ്പാൻ്റെ ഇൻഡെക്സായ നിക്കി 225 ഫ്ലാറ്റിൽ ട്രേഡ് ചെയ്യുകയാണ്. ഹോങ്കോങ് മാർക്കറ്റ് 0.52% ഇടിഞ്ഞും തൈവാൻ മാർക്കറ്റ് 0.84% ഹയർ സൈഡിലുമാണ് ക്ലോസിംഗ് നൽകിയത്. ഓവറാൾ ഗ്ലോബൽ മാർക്കറ്റിലെ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും മിക്സഡ് റെസ്പോൺസാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിരുന്നു. ഇൻഡിസസ് 23,500 മുകളിലാണ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം 415 കോടിയുടെ ബൈയിങ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 325 കോടിയുടെ സെല്ലിംഗ് നടത്തി. ഇന്നത്തെ ദിവസം സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ ലിമിറ്റഡ്. ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ TL ക്ലീൻ മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും അക്വയർ ചെയ്ത് ലക്സംബർഗ് സ്പെഷ്യലിസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് TL ക്ലീൻ മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡിൽ 3 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. നെസ്ലെ എന്ന കമ്പനി ഇൻട്രീം ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ജൂലൈ 8 വിളിപ്പിച്ചിട്ടുണ്ട്. ജൂലൈ 16 ആയിരിക്കും ഇൻട്രീം ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ്. പെർസിസ്റ്റന്റ് സിസ്റ്റം എന്ന കമ്പനി 10 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രീം ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. JM ഫിനാൻഷ്യൽ എന്ന കമ്പനിയെ പബ്ലിക് ഇഷ്യൂസിൻ്റെയും ഡെപ്റ്റ് സെക്യൂരിറ്റീസിൻ്റെയും ലീഡ് മാനേജറായി പ്രവർത്തിക്കുന്നതിൽ നിന്നും സെബി വിലക്കിയിട്ടുണ്ട്. മെഡ്പ്ലസ് എന്ന കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ ഒപ്റ്റിവൽ ഹെൽത്ത് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഒരു ദിവസത്തെ ഡ്രഗ് ലൈസൻസ് കട്ടായതിൻ്റെ അല്ലെങ്കിൽ സസ്പെൻഡ് ആയതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനി അല്ലെങ്കിൽ ഒപ്റ്റിവൽ ഹെൽത്ത് സൊല്യൂഷൻസ് എന്ന കമ്പനി 1.39 ലക്ഷം രൂപയുടെ റവന്യൂ ലോസ് നേരിടുന്നുണ്ട്. ഇത് മെഡ്പ്ലസ് എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റാണ്. GST നോട്ടീസിനെതിരായി രാംകോ സിമൻറ്റ് അപ്പീലിന് പോവുകയും അപ്പീൽ അതോറിറ്റി അംഗീകരിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം രാംകോ സിമൻറ്റ് എന്ന സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് നോട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. NTPCയുടെ ഉടമസ്ഥതയിലുള്ള സ്റ്റീം ടർബൈനുകൾ റിനോവേറ്റ് ചെയ്യുന്നതിനും മോഡേണൈസ് ചെയ്യുന്നതിനും GE പവർ എന്ന കമ്പനിക്ക് NTPC 243 കോടി രൂപയുടെ ഓർഡർ നൽകിയിട്ടുണ്ട്. അമരാജ എനർജി ആൻഡ് ബാറ്ററി സൊല്യൂഷൻസ് നോർവേ ബേസ്ഡ് കമ്പനിയായ ഇനോബോട്ട് എന്ന കമ്പനിയുടെ 9.32% സ്റ്റേക്ക് അക്വയർ ചെയ്യുകയും $20 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അമരാജ എനർജി ആൻഡ് മൊബിലിറ്റി എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ഹൈ പ്രഷർ ടൈപ്പ് 5 കോമ്പോസിറ്റ് ഹൈഡ്രജൻ സിലിണ്ടർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ടൈം ടെക്നോപ്ലാസ്റ്റ് എന്ന കമ്പനിക്ക് PESOയുടെ സൈഡിൽ നിന്നും ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ത്രിവേണി എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ് സിർ ഷാദി ലാൽ എൻ്റർപ്രൈസസിൻ്റെ 36% സ്റ്റേക്കുകൾ 44.83 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ഗ്രീൻ പ്ലേ ഇൻഡസ്ട്രിയിൽ പ്രൊമോട്ടർ 15,750 കോടിയുടെ ബൈയിങ് നടത്തി. പൈസാലോ ഡിജിറ്റൽ എന്ന കമ്പനിയിൽ പ്രൊമോട്ടർ 6.6 പൈസാലോ ഡിജിറ്റലിൻ്റെ 6.60 ലക്ഷം ഷെയറുകൾ കമ്പനിയുടെ പ്രൊമോട്ടർ അക്വയർ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ പ്ലൈയുടെ പ്രൊമോട്ടർ 15,750 ഷെയറുകളാണ് അക്വയർ ചെയ്തത്. വോൾട്ടാസ് എന്ന കമ്പനി സിംഗപ്പൂർ ബേസ്ഡ് സബ്സിഡറി കമ്പനിയായ യൂണിവേഴ്സൽ MEPയുമായി ചേർന്ന് ഷെയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ക്വിക്ക് ഹീൽ ടെക്നോളജി എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ 34.5 ലക്ഷം ഷെയറുകളുടെ പ്ലഡ്ജ് ക്രിയേറ്റ് ചെയ്തു. ഒമാക്സിൻ്റെ പ്രൊമോട്ടർ കമ്പനിയുടെ 6.85 ലക്ഷം ഷെയറുകൾ പ്ലഡ്ജിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.